എന്റെ പ്രിയമുള്ള ഭർത്താക്കന്മാരെ നാം ഒന്ന് മനസ്സിലാക്കണേ. ഏറ്റവും നല്ല ഭർത്താവ് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, തന്റെ ഭാര്യമാരോട് മാന്യമായി നല്ല രീതിയിൽ പെരുമാറുന്നവരാണ് ഏറ്റവും നല്ല ഭർത്താവ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നാം ഒന്ന് മനസ്സിലാക്കണേ. കുടുംബജീവിതത്തിൽ പരസ്പരം സ്നേഹവും ക്ഷമയുമാണ് വേണ്ടത്. എങ്കിലേ ആ കുടുംബജീവിതം സന്തോഷത്തിലാവുകയുള്ളൂ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്ത്രീ എന്ന് പറയുന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് വഴക്കിടുകയും പിണങ്ങുകയും ചെയ്യുന്നത് അവരെ നിങ്ങൾ മനസ്സിലാക്കാനാണെന്ന് നിങ്ങൾ മറന്നു പോകരുതേ. നിങ്ങൾ മനസ്സിലാക്കണേ ഭർത്താക്കന്മാരെ. ആ സമയത്ത് തന്റെ ഭർത്താവിനെ നോക്കി ചിലപ്പോ ഒന്ന് ചിന്തിക്കാതെ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം എന്തെന്നറിയുവോ? അവളിൽ നിന്ന് തന്റെ ഭർത്താവ് നഷ്ടമാകുമോ എന്ന് പേടിച്ചിട്ടാ. അവളിൽ നിന്ന് തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ടാ. ഭർത്താക്കന്മാരെ, സ്നേഹം കൊണ്ടാണ് ഭർത്താക്കന്മാരെ അവളുടെ കണ്ണുനീരിന് നിങ്ങളിൽ ഒരു മാറ്റവും കാണുന്നില്ല എന്ന് അവൾ മനസ്സിലാക്കുന്ന ആ നിമിഷമുണ്ടല്ലോ, തന്റെ വാശിയും പിണക്കവുമെല്ലാം ഒഴിവാക്കി അവള് കഴിഞ്ഞുകൂടുന്നവളാ നിന്റെ ഭാര്യ. അവരുടെ ഓരോ പരിഭവമോ ആരോടും ഒരു പരിഭവമോ വിഷമമോ പറയാതെ അതാ അവള് കഴിഞ്ഞുകൂടുന്നതാ. അത് കാണാതെ നിങ്ങൾ പോകരുതേ ഭർത്താക്കന്മാരെ. ഭർത്താക്കന്മാരെ മനസ്സിലാക്കണേ. അതുകൊണ്ട് തന്റെ ഭാര്യമാരുടെ ന്യൂനതകൾ മനസ്സിലാക്കി നിങ്ങൾ അവരെ സ്നേഹിക്കണേ. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ് നീ യഥാർത്ഥ ഒരു സ്വാലിഹായ ഭർത്താവായി മാറുന്നത്. അതുപോലെ തന്നെ അവൾക്ക് നീ നൽകേണ്ട ബഹുമാനവും പരിഗണനയും നീ നൽകണേ. അതിൽ നീ കുറയ്ക്കരുതേ. ആ ബഹുമാനം കാണിക്കേണ്ടടുത്ത് നീ ഒട്ടും തന്നെ കുറയ്ക്കരുതേ. അത് നീ ബഹുമാനം കാണിക്കുക തന്നെ ചെയ്യണേ. അവൾക്ക് നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനമുണ്ട് ഭർത്താവേ, നീ മറന്നു പോകല്ലേ. അതുകൊണ്ട് തന്നെ നീ അവൾക്കുണ്ടല്ലോ വില നൽകേണ്ടടുത്ത് നീ ഒരു മടിയും നീ കാണിക്കരുതേ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാ നമ്മുടെ കുടുംബജീവിതം സന്തുഷ്ടമായ കുടുംബജീവിതമാകുന്നതെന്ന് മറന്നു പോകല്ലേ ഭർത്താക്കന്മാരെ.